ഗുരു ശ്രേഷ്ഠൻ ശ്രീ പാറശാല രവി സാറിൻ്റെ ശിഷ്യനാണ്. ശ്രീരാഗനെ സ്വാഗതം ചെയ്യുന്നു. ഹരിപ്പാട് എൻ്റെ ഒരു 10 വയസ്സ് മുതൽ പരിചയമുള്ളതാണ്. ശേഖറിൻ്റെ അച്ഛന് ചെറിയ പ്രായത്തിൽ, ഞാനും ഈ ഗംഗയുടെ പ്രായത്തിൽ കുട്ടി കച്ചേരികളൊക്കെ വായിക്കാൻ ഹരിപ്പാട് അമ്പലത്തിൽ പരിസര പ്രദേശങ്ങളിലൊക്കെ വന്നിട്ടുണ്ട് എൻ്റെ അച്ഛനോടൊപ്പം. അപ്പോൾ അന്ന് തൊട്ട് അറിയാവുന്ന ഒരു കലാകാരനാണ്. കേരളത്തിലെ ടോപ്പ് ലെവലിൽ ഘടം ആർട്ടിസ്റ്റാണ് ശ്രീ ഹരിപ്പാട് ശേഖർ. അദ്ദേഹത്തിനെ സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തിനാണ് രണ്ടാമത് പറയേണ്ടിയിരുന്നത്. നാട്ടുകാരായപ്പോൾ ഒരുമിച്ച് പറഞ്ഞാണ്, ക്ഷമിക്കണം. ശ്രീ തൃപ്പൂണിത്തുറ ശ്രീകുമാർ, അദ്ദേഹം വൈക്കം കലാപീഠത്തിലെ അധ്യാപകൻ കൂടിയാണ്. ഞങ്ങളോടൊപ്പം മിക്കവാറും എല്ലാ കച്ചേരികൾക്കും പങ്കെടുത്ത് വളരെ നല്ല രീതിയിൽ വായിക്കുന്ന പ്രഗത്ഭനായ കലാകാരനാണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. ശ്രീ വൈക്കം വിജയകുമാർ, അദ്ദേഹം വൈക്കം ഭവൻസ് വിദ്യാമന്ദിറിലെ സീനിയർ പെർക്കഷൻ അധ്യാപകൻ കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ മകനും വെസ്റ്റേൺ ഡ്രമ്മറാണ്. യൂണിവേഴ്സിറ്റി സ്കൂൾ തലങ്ങളിലെല്ലാം 1ാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുണ്ട്. ആരോമൽ. ശ്രീ വൈക്കം വിജയകുമാറിനെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നമുക്ക് ക്ലാസിക്കൽ മ്യൂസിക്കിൻ്റെ ഒപ്പം കീബോർഡിൽ, ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് തമ്മിൽ റിഹേഴ്സൽസ് ഒന്നുമില്ല, എല്ലാം സ്പോട്ടിലാണ്. എന്ത് തോന്നുന്നു അത് പ്രവർത്തിച്ച് കാണിക്കുക. അങ്ങനെ മുഖത്തോട്ട് മുഖം നോക്കിയിട്ട് വായിക്കുന്ന ഒരു മികച്ച കലാകാരനാണ് ശ്രീ സുനിൽ ലാൽ ചേർത്തല. അദ്ദേഹത്തിൻ്റെ അച്ഛൻ വളരെ പ്രഗത്ഭനായ ഹാർമോണിയം വിദഗ്ധനാണ്. അച്ഛൻ്റെ പേര് ചേർത്തല പൊന്നപ്പൻ. ഭാഗവത സപ്താഹങ്ങളെല്ലാം നടത്തിക്കൊണ്ട് സ്വന്തമായിട്ട് ഹാർമോണിയം വായിച്ച്, അദ്ദേഹത്തിൻ്റെ അമ്മയും നാടകഗാനങ്ങൾ, പഴയ അഭിനേത്രി കൂടിയാണ്, നാടക അഭിനേത്രി കൂടിയാണ്. അനുജന്മാരെല്ലാം കലാകാരന്മാരാണ്. അപ്പോൾ മൊത്തത്തിലൊരു കലാകുടുംബത്തിലെ മൂത്ത അംഗമാണ് ശ്രീ സുനിൽ ലാൽ. എന്ന് എല്ലാവരുടെയും പ്രകടനങ്ങൾ കൂടി നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. ഇന്ന് ഇത്ര ചെറിയ കുട്ടിക്കൊപ്പം ഇവരെ എല്ലാവരും വായിക്കാൻ കാണിക്കുന്ന മനസ്സിന് എൻ്റെ വകയായിട്ടുള്ള സന്തോഷവും നന്ദിയും രേഖപ്പെടുത്തുന്നു. നമസ്കാരം.